മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. നാടുകാണി ചുരത്തിൽ പോത്തിന്റെ ജഡം തള്ളാനുള്ള നീക്കം തടഞ്ഞ് വനവകുപ്പും പോലീസും. വഴിക്കടവ് ആനമറി ചെക്ക് പോസ്റ്റിലൂടെ കടന്നു പോവുകയായിരുന്ന കർണാടക മൈസൂർ രജിസ്ട്രേഷൻ ലോറി സംശയത്തെ തുടർന്ന് വനം ചെക്ക് പോസ്റ്റിലെ വനപാലകർ പരിശോധിച്ചപ്പോഴാണ് പോത്തിന്റെ ജഡം കണ്ടത്. തുടർന്ന് വഴിക്കടവ് പോലീസിനെ വിവരം അറിയിച്ചു. SI വേണുവിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് സംഭവം മനസ്സിലായത്. കാവനൂർ ഭാഗത്തു നിന്ന് ചന്ത കഴിഞ്ഞ് വരികയാണെന്നും പോത്തിന്റെ ജഡം കുഴിച്ചിടാൻ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു. പോത്തുകളുമായി താമരശ്ശേരി ചുരം വഴിയാണ് ഇവർ കാവനൂരിലെത്തിയത്. നാടുകാണി ചുരത്തിൽ മുൻപും പോത്തിന്റെ ജഡങ്ങൾ തള്ളിയ സംഭവമുണ്ട്. മഴ പെയ്താൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ നാടുകാണിയുടെ താഴ്വാരങ്ങളിലെ ചോലകളിലേക്കും എത്തും. ഈ ചോലകളിലെ വെള്ളമാണ് താഴ്ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ ഉപയോഗിക്കുന്നത്. പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് പാലാട് മുണ്ട ഭാഗത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് KSEBയുടെ സഹായത്തോടെ പോത്തിന്റെ ജഡം കുഴിച്ചിട്ട ശേഷമാണ് ലോറി നാടുകാണി ചുരം വഴി കടത്തിവിട്ടത്. ന്യൂസ് ഡെസ്ക് PTV കേരള.